ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്ന് ഒരു വചനത്തിൻ്റെ ശക്തിയുടെ കാര്യം പറയാനാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് ഏറെക്കാലമായി പ്രാർത്ഥിച്ചിട്ടും അത് തടസ്സങ്ങളും എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല. മനസ്സിലാകാത്ത വിധത്തിൽ കർത്താവ് നമുക്കത് സാധിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ അതിന് താമസം എടുക്കുന്നു. അപ്പോൾ അതെന്താണ് അതിലെ പ്രശ്നങ്ങൾ, ദൈവം തരാൻ ഉദ്ദേശിച്ചിട്ടില്ലേ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്കൊരു വചനമുണ്ട്, അതേതാണെന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താം. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും അത് എൻ്റെ ഒരു വിഷയത്തിന്മേൽ എനിക്ക് മനസ്സിലാകുന്നില്ല. കുറേ നാളുകൾ, ഒരു 8-9 ആഴ്ചയായി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യത്തിൽ അത് ശക്തി വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ സംഭവം എനിക്ക് വെളിപ്പെട്ട് വന്നു. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തി, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു തരും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്നുള്ളതിനുള്ള വചനം പറഞ്ഞു ഞാൻ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ഇന്ന് സാധിച്ചു തന്നത് ഞാൻ എല്ലാവരിലേക്കും എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഏതാണ് ആ വചനം എന്ന് വെച്ചാൽ, സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. ഭവാന് ഭോഷ്ക് പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ പറഞ്ഞത് ചെയ്യാതിരിക്കാനാകുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കാൻ ആകുമോ? അതായത് ഭോഷത്തരവും കള്ളത്തരവും ഒക്കെ പറയാൻ അവൻ മനുഷ്യനല്ലല്ലോ. പിന്നെ അനുതപിച്ച് പ്രാർത്ഥിക്കാൻ പാകത്തിന് അവൻ മനുഷ്യനല്ല. പിന്നെ അവൻ്റെ വചനങ്ങളും വാഗ്ദാനങ്ങളും അവന് നിറവേറ്റാതിരിക്കാനും കഴിയില്ല, അവൻ്റെ വാഗ്ദാനങ്ങൾ അവന് പൂർത്തീകരിക്കാതിരിക്കാനും കഴിയില്ല എന്നുള്ളത്. അത് ഒരു 33 തവണ വേണമെങ്കിൽ ചൊല്ലാം. ഞാൻ കുറേ തവണ ഇങ്ങനെ ചൊല്ലിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ വചനത്തിൻ്റെ ശക്തി, എൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ ഈ വിഷയത്തിൽ അങ്ങ് എനിക്ക് എന്തുകൊണ്ട് ഉത്തരം നൽകുന്നില്ല? അങ്ങയുടെ ഹിതമല്ലേ ഇത്? എനിക്ക് വിധിച്ചിട്ടുള്ളതല്ലേ ഇത്? അങ്ങ് എനിക്ക് തീരുമാനിച്ചിട്ടുള്ളതാണെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി എൻ്റെ ഈ വിഷയത്തിന്മേൽ എനിക്ക് ഉത്തരം നൽകണമേ എന്ന് പറഞ്ഞ് ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഇന്ന് എനിക്കതിനുള്ള ഉത്തരം കിട്ടി. അത് വേർതിരിച്ച് എനിക്ക് തെളിവ് സഹിതം തന്നു ദൈവം. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് കേൾക്കും. കർത്താവ് ഈശോ മിശിഹായുടെ ആത്മാവ് അത് കേട്ട് നമുക്കത് സാധിച്ചു തന്നു. അതിന് ഒരുപാട് നന്ദിയും സ്നേഹവും. ആ ഒരു വചനം എല്ലാവരിലും എത്തട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. എല്ലാവർക്കും അറിയുമെങ്കിൽ നല്ലത്, അറിയാത്തവർക്ക് വേണ്ടി ഇത് പറയുന്നു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് അത്ഭുതവും എനിക്കതിൽ അസാമാന്യമായ രീതിയിൽ എനിക്കത് സാധിച്ചു കിട്ടിയ ആ ഒരു തെളിവും ഞാൻ വെളിപ്പെടുത്തുകയാണ്. ആ പ്രാർത്ഥനയുടെ ശക്തി, വചനത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഓരോ വചനവും ഇതുപോലെ ശക്തി ആർജിച്ചതാണ്. ഇന്നെൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും എന്നെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നതും വചനത്തിൻ്റെ, ബൈബിൾ വചനങ്ങളെന്ന് പറയുന്ന അത്ര ശക്തിയുള്ളതാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി. കാരണം മനസ്സിനും ശരീരത്തിനും ധൈര്യമേകുന്ന ഒന്നാണ് ഈ ബൈബിൾ വചനങ്ങൾ. അത് ദൈവത്തിൻ്റെ വചനം ദൈവമാണെന്നും വചനം ദൈവമാണെന്നും മനസ്സിലാക്കിയ ആ ഒരു നിമിഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ജീവിതം കടന്നു പോകുന്നത്. അത് മറ്റുള്ളവരിലേക്ക് എനിക്ക് അറിയിക്കണം എന്നുള്ളത് എൻ്റെ മാത്രമായ തീരുമാനങ്ങളാണ്. കാരണം ഞാൻ ഇന്ന് ഇപ്പം അച്ഛന്മാർ പറഞ്ഞ് പ്രാർത്ഥിക്കും, ബൈബിള് സത്യമാണ്, ദൈവത്തിൻ്റെ ഇതാണ് വചനം എന്നൊക്കെ പറയുമ്പോഴും അത് എത്രമാത്രം സത്യമുള്ളതാണെന്നും ശക്തിയുള്ളതാണെന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മാവിൽ നിന്ന് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയ ഒന്നായതുകൊണ്ട് ഞാനത് ഈ ലോകത്തിന് മുന്നിൽ എൻ്റെ നാവിലൂടെ ദൈവം എന്നെ ഉപകരണമാക്കി പറയിപ്പിക്കുവാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനത് പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഒരു നാളിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ വേണ്ടി വന്ന ദൈവപുത്രനായ അദ്ദേഹത്തെ ക്രൂശിക്കപ്പെട്ട്, പാപികളായ മനുഷ്യർ അവരെ ക്രൂശിക്കപ്പെട്ട്, കള്ളന് പോലും സാക്ഷിയാക്കി, ബറാബാസിനെ മേടിച്ചിട്ട് ഇത്രയും ദൈവത്തിൻ്റെ പുത്രനായ ലോകത്തിൻ്റെ നന്മയ്ക്കായി ജനിച്ച യേശുക്രിസ്തു എന്ന പുത്രനായി ജനിച്ച് വന്ന് മനുഷ്യനായിട്ട് മനുഷ്യൻ്റെ രൂപത്തിൽ ദൈവം സൃഷ്ടിച്ച ആ ദൈവത്തിനെ പോലും മാനിക്കാതെ പോയ അന്നത്തെ ആ ഒരു ദിനങ്ങളിൽ അനുതപിച്ച് ഞാനും സഹതപിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നീ എന്നെക്കുറിച്ച് വേദനിക്കുകയോ എന്നെക്കുറിച്ച് സഹതപിക്കുകയോ ചെയ്യാതെ നിൻ്റെ തലമുറകളെയും നിൻ്റെ മക്കളെയും കുറിച്ച് സഹതപിക്കൂ, വേദനിക്കൂ എന്ന്. അത് സത്യമായ കാര്യങ്ങളല്ലേ? ബൈബിൾ പറയുന്നത് സത്യമായി ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്കിതിലൊക്കെ വളരെ അത്ഭുതങ്ങൾ തോന്നുന്നു. എനിക്ക് വളരെ എന്താ പറയേണ്ടതെന്നറിയില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടി തന്നെ ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിൽ തിരഞ്ഞെടുത്ത
ദൈവത്തിന് നന്ദി. കാരണം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. ക്രിസ്തു എന്നൊരു ദൈവപുത്രനായി ജനിച്ച് ക്രൂശിക്കപ്പെട്ട് മരിക്കപ്പെട്ടു. അത് ക്രിസ്ത്യാനികൾ ജീവിച്ച് ഇന്നും ജീവിക്കുന്ന ദൈവമായിട്ട് കണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമാണെന്ന് മാത്രമേ എനിക്കറിയൂ. അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. പക്ഷേ വചനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും തുടങ്ങിയതിൽ പിന്നെ എനിക്ക് എന്തെന്നില്ലാത്ത മനോബലവും ധൈര്യവും തന്നതിന് ഏത് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയും ഉറക്കെ നിലവിളിച്ച് പറയുവാൻ, അത് ഇനി എത്ര എതിർപ്പുകളുണ്ടായോ, എത്ര നെഗറ്റീവ് കമൻസ് വന്നാലൊന്നും എനിക്കതിലൊരു വിഷയമുള്ള കാര്യമല്ല. കർത്താവിന് വേണ്ടി അത്രയെങ്കിലും എനിക്ക് സഹിക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുക. ആരെന്നെ ക്രൂശിക്കാൻ വന്നാലും കർത്താവ് ക്രൂശിക്കപ്പെട്ടതിൻ്റെ അത്ര പോലും ഒരറ്റം പോലും വരില്ല അതിനകത്തൊന്നും. അതുകൊണ്ട് എനിക്ക് ഈ ജന്മത്തിൽ ഇത്രയെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇങ്ങനൊരു ദൈവത്തെ എനിക്കറിയാനും അങ്ങനെയുള്ളൊരു ദൈവത്തെ പ്രാർത്ഥിക്കുവാനും ദൈവം തന്നെ ഒരു വഴിയൊരുക്കി തന്ന അവസരങ്ങൾക്ക് ദൈവത്തിന് മുന്നിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയും ആ സഹായവും ചോദിച്ച് പ്രാർത്ഥിക്കുന്നവരെ പരിശുദ്ധാത്മാവ് കൈവിടില്ല എന്നുള്ള ഒരു വെളിപ്പെടുത്തലും കൂടി ഞാനിതിന് ഈ വീഡിയോയിലൂടെ സമർപ്പിക്കുകയാണ് ഈശോയുടെ തിരുസന്നിധിയിൽ. ദൈവമഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.